യുവമോർച്ച മഹിളാ മോർച്ച അധ്യക്ഷ പദവിയിൽ ബിജെപിയിൽ തർക്കം. ഗ്രൂപ്പ് നോമിനികളെ പരിഗണിക്കാനാണ് സമ്മതം. യുവമോർച്ച ദേശീയ സെക്രട്ടറി ശ്യാംരാജിന് അധ്യക്ഷ പദവിയിൽ മുൻതൂക്കം. യുവമോർച്ച അധ്യക്ഷ സ്ഥാനത്തേക്ക് കൃഷ്ണദാസ് പക്ഷം മുന്നോട്ട് വെച്ചത് നിബിൻ കൃഷ്ണയുടെ പേരാണ്. കെ ഗണേഷാണ് സുരേന്ദ്രന്റെ നോമിനി. ടി സിന്ധുമോൾ, നവ്യ ഹരിദാസ്, സ്മിത മേനോൻ എന്നിവരെ മഹിളാ മോർച്ച അധ്യക്ഷ സ്ഥാനത്തേക്കും പരിഗണിക്കുന്നു. അധ്യക്ഷന്മാരെ നിശ്ചയിക്കാൻ ടാലന്റ് ഹണ്ട് നടത്തിയതിൽ വിമർശനം ഉയർന്നിരുന്നു. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നു. വി എസ് രഞ്ജിത്ത്, ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വെപ്പുകളല്ല, കഴിവ് നോക്കി അത് മാത്രം മാനദണ്ഡമാക്കി അധ്യക്ഷ പദവിയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നു എന്ന ഒരു പ്രതീതിയാണ് നേരത്തെ തന്നെ സൃഷ്ടിക്കപ്പെട്ടത്. രാജീവ് ചന്ദ്രശേഖർ എത്തുന്നതും ഗ്രൂപ്പിന് അതീതനായാണ്. എന്നാൽ ഇവിടെ യുവമോർച്ച മഹിളാ മോർച്ച അധ്യക്ഷ പദവിയിലേക്ക് ഇപ്പോൾ തന്നെ പേരുകൾ ഉയർത്തുകയാണോ വിവിധ പക്ഷങ്ങൾ? തീർച്ചയായിട്ടും നേരത്തെ ടാലന്റ് ഹണ്ട് നടത്തിയതിൽ വലിയ വിമർശനം ഉണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖർ ഗ്രൂപ്പിന് അതീതമായി ടാലന്റ് നോക്കി പ്രവർത്തകരെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അജണ്ട. എന്നാൽ ഇപ്പോൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള സമ്മർദ്ദവും ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം നേരത്തെ ടാലന്റ് ഹണ്ടിലേക്ക് കെ സുരേന്ദ്ര പക്ഷത്തുനിന്നുള്ള കെ ഗണേഷിനെ ക്ഷണിക്കാതിരുന്നത് വലിയ വിമർശനം ഉയർന്നിരുന്നു. പിന്നീട് RSSന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് കെ ഗണേഷിനെ ടാലന്റ് ഹണ്ടിലേക്ക് ക്ഷണിച്ചത്. അങ്ങനെ ടാലന്റ് ഹണ്ടിൽ പങ്കെടുത്തവരിൽ തന്നെ ആരെയാക്കണം എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയും കൺഫ്യൂഷനും BJPക്കുള്ളിൽ നിലനിൽക്കുകയാണ്. കാരണം BJPയുടെ രണ്ട് പ്രധാനപ്പെട്ട മോർച്ചകൾ എന്ന് പറയുന്നത് ഒന്ന് യുവമോർച്ചയും മറ്റൊന്ന് മഹിളാ മോർച്ചയുമാണ്. ഈ യുവമോർച്ച അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത് യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള ശ്യാംരാജാണ് മുന്തിയ പരിഗണനയിലുള്ളത്. പക്ഷേ ശ്യാംരാജിന് പ്രായം ഒരു തടസ്സമാണ്. 35 വയസ്സാണ് യുവമോർച്ചയുടെ ഭാരവാഹിത്വത്തിലേക്ക് അധ്യക്ഷ പദവിയിലേക്ക് എത്താനുള്ള പ്രായപരിധി. ഇപ്പോൾ ശ്യാംരാജിന് 38 വയസ്സുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ശ്യാംരാജിന് ഇളവ് കൊടുക്കണം എന്ന് രാജീവ് ചന്ദ്രശേഖർ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേ രീതിയിൽ ഇളവ് അനുവദിക്കുകയാണെങ്കിൽ 2 പേർ കൂടിയുണ്ട്. ഒന്ന് ടി റെനീഷാണ്. കൃഷ്ണദാസ് പക്ഷം മുന്നോട്ട് വെക്കുന്ന ഒരു പേര് ടി റെനീഷാണ്. കോഴിക്കോട് പുതിയറ വാർഡ് കൗൺസിലർ CPMന്റെ ഭാഗത്തു നിന്ന് ആ വാർഡ് പിടിച്ചെടുത്ത റെനീഷ് നേരത്തെ യുവമോർച്ചയുടെ ജില്ലാ അധ്യക്ഷനായിരുന്നു. റെനീഷിന്റെ പേരുണ്ട്. അതോടൊപ്പം തന്നെ നിബിൻ കൃഷ്ണ, നേരത്തെ അഖില ABVPയുടെ ചുമതലയുണ്ടായിരുന്ന നിബിൻ കൃഷ്ണയുടെ പേരും കൃഷ്ണദാസ് പക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേസമയം തന്നെ സുരേന്ദ്ര പക്ഷം മുന്നോട്ട് വെക്കുന്നത് കെ ഗണേഷിനെയാണ്. കെ ഗണേഷിനും ഈ പ്രായപ്രശ്നമുണ്ട്. അതുപോലെ മനു പ്രസാദ്, ദിനിൽ ദിനേശ്, അതുപോലെ അധീന ഭാരതി തുടങ്ങിയ പേരുകളും ഉയർന്നു വന്നിട്ടുണ്ട്. ഒപ്പം മഹിളാ മോർച്ചയാണ് മറ്റ് ഒരു ചുമതല. അതിലൂടെ TP സിന്ധുമോളാണ് കെ സുരേന്ദ്ര പക്ഷത്തു നിന്നുള്ളത്. ശോഭാ സുരേന്ദ്രനും സിന്ധുമോളെ പിന്തുണയ്ക്കുന്നു. അതോടൊപ്പം നവ്യ ഹരിദാസിനെ കൃഷ്ണദാസ് പക്ഷം മുന്നോട്ട് വെക്കുന്നു. ഡോക്ടർ ആരതി, അതുപോലെ തന്നെ സ്മിത മേനോൻ തുടങ്ങിയ പേരുകളും മഹിളാ മോർച്ച അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. വി എസ് രഞ്ജിത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. യുവമോർച്ച മഹിളാ മോർച്ച അധ്യക്ഷ പദവിയിലേക്ക് ആരാണ് എത്തുക? ഗ്രൂപ്പിന് അതീതമായുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കുമോ കേന്ദ്ര നേതൃത്വം എത്തുക എന്നതറിയാൻ കാത്തിരിക്കാം.